ഗംഗാവലിയുടെ കണ്ണാമറയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ വിട്ട് മടക്കം. 16-ാം തീയതി രാവിലെ നടന്ന ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനമില്ലാതെ പോയോ എന്നതാണ് ആദ്യ ചോദ്യം. ചോദ്യം നമ്പർ 2. 17-ാം തീയതി ലോറിയുടമയും ബന്ധുക്കളും അങ്കോളയിലെത്തി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചുവെങ്കിലും 19-ാം തീയതിയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഹൈക്കോടതിയിൽ കളവ് പറഞ്ഞത് എന്തിനാണ്? ചോദ്യം നമ്പർ 3. ഇതുപോലൊരു ദുരന്തമുഖത്ത് പരിചയസമ്പത്തില്ലാത്ത ജില്ലാ ഭരണകൂടത്തിന് കഴിയില്ലെന്നറിഞ്ഞിട്ടും ആർമിയെ വിളിക്കാൻ കുടുംബം ആവശ്യപ്പെട്ടിട്ടും 4 നാൾ കാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 4. ലോറി കാണാതായി എന്നറിഞ്ഞിട്ടും മെറ്റൽ ഡിറ്റക്ടറോ റഡാറോ എത്തിക്കാൻ 5 നാൾ വൈകിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 5. ആദ്യഘട്ടത്തിൽ സമ്മർദ്ദമുണ്ടാകും വരെ ദൃശ്യമാധ്യമങ്ങൾക്ക് ദൃശ്യം പകർത്താൻ വിലക്കേർപ്പെടുത്തിയത് എന്തിനാണ്? ചോദ്യം നമ്പർ 6. മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തും വരെ ഓഫീസ് ടൈമിൽ മാത്രം രക്ഷാപ്രവർത്തനം നടത്തിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 7. കുടുംബാംഗങ്ങൾക്ക് സംഭവ സ്ഥലത്തേക്ക് പോകാനുള്ള അനുമതി പാസ് 10 നാൾ വൈകിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 8. 16-ാം തീയതി അപകടം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ലോറിയിലെ തടി മറുകരയിലെ ഗ്രാമീണർ ശേഖരിച്ചിട്ടും ആ തടിയിൽ ഡീസലിന്റെ അംശം ഉണ്ടായിരുന്നിട്ടും ആ വിവരം എന്തുകൊണ്ടാണ് പോലീസ് അറിയാതെ പോയത്? ചോദ്യം നമ്പർ 9. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആർമി യൂണിറ്റിനു പകരം യന്ത്രസഹായമില്ലാത്ത മറാത്ത യൂണിറ്റിലെ സേനാംഗങ്ങളെ മാത്രം വിളിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 10. വിദഗ്ധരുടെ സേവനം തേടാതെ സിവിലിയൻ രക്ഷാപ്രവർത്തകരെ ആശ്രയിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 11. ആരുമായും കൂടിയാലോചിക്കാതെ കാലാവസ്ഥ അനുകൂലമായിട്ടും രക്ഷാപ്രവർത്തനം പൊടുന്നനെ അവസാനിപ്പിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 12. ജില്ലാ ചുമതലയുള്ള മന്ത്രിയെ ചുമതലയേൽപ്പിക്കാതെ ഒരു MLA-യും പരിചയമില്ലാത്ത ജില്ലാ ഭരണകൂടത്തെയും മാത്രം ചുമതലയേൽപ്പിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 13. അർജുന്റെ അമ്മയ്ക്കും കുടുംബത്തിനും ആര് ഉത്തരം നൽകും? ഉത്തരമില്ലാത്ത മടക്കമോ? പതിമൂന്നാം നാൾ രക്ഷാദൗത്യം പൊടുന്നനെ അവസാനിപ്പിച്ച് താൽക്കാലികമായി എല്ലാവരും ഷിരൂരിൽ നിന്ന് തിരികെ വരുമ്പോൾ അവശേഷിക്കുന്നത് എന്താണ്? എന്ന് രക്ഷാപ്രവർത്തനം ഇനി തുടരും, അഥവാ ഇനി തുടരുമെന്ന് പറയുന്നത് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ന്യായീകരണം മാത്രമാണോ? ഇടിഞ്ഞ മണ്ണിനോളം പോന്ന പരിമിതികളുടെ ന്യായീകരണമാണോ നമ്മുടെ മുന്നിലുള്ളത്? ഷിരൂരിൽ നിന്ന് ദീപക് മലയമ്മയും മുബഷിർ പി അക്ബറും ചേരുന്നു തത്സമയം. ആദ്യം മുബഷിർ പി അക്ബറിലേക്ക്. മുബഷിർ പി അക്ബർ, ഏറ്റവും ഒടുവിലത്തെ IB-യിൽ നടന്ന ഉന്നതതല യോഗത്തിൽ മുബഷിർ പി ആണ് MLA വിശദീകരിച്ചത് കേട്ടത്. എന്താണ് മുബഷിർ പി അക്ബർ മനസ്സിലാവുന്നത്? താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന മട്ടിൽ സാവധാനം ഈ രക്ഷാദൗത്യം അവസാനിക്കുകയാണോ? ഇപ്പോൾ നിലവിൽ മുബഷിർ പി അക്ബർ ചേരും. അതിനു മുൻപ് ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ച് അനാഥമാക്കപ്പെട്ട ദുരന്തഭൂമിയിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. ദീപക് മലയമ്മ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ സാങ്കേതിക വിദഗ്ധരെത്തണം. അത് എത്തിയാലും ചില സാങ്കേതിക പരിശോധന നടത്തണം. ഗംഗാവാലി പുഴയിലെ വെള്ളം തെളിയണം. അങ്ങനെ 100 കൂട്ടം പരിമിതികളും സാഹചര്യങ്ങളും ഉപാധികളുമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ. താൽക്കാലികം എന്ന മട്ടിൽ ഈ രക്ഷാപ്രവർത്തനം അവസാനിക്കുകയാണോ ദീപക്? അരുൺകുമാർ, ഈ രക്ഷാപ്രവർത്തനം അവസാനിച്ചു. അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ ഉള്ള നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായ ബോധ്യം കിട്ടും. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഈശ്വർ മാൽപേ ആ മേഖലയിലേക്ക് എത്താൻ താമസമെടുക്കുന്നത് നമ്മൾ കണ്ടു. വന്നിട്ട് അദ്ദേഹം ആ നദിയിലേക്ക് ഇറങ്ങുന്നതിന് വലിയ തരത്തിൽ താമസമെടുക്കുന്നത് നമ്മൾ കണ്ടു. ആ ഘട്ടത്തിൽ അവിടെ ഒരു മാരത്തോൺ ചർച്ച ആ ദുരന്ത ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ തന്നെ ഏറെക്കുറെ ഈ കാര്യം വ്യക്തമായിരുന്നു. ഇന്നത്തെ ദിനത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കർണാടകയിലെ ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വ്യക്തത ആ സമയത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ
സതീഷ് തേലിയുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം ചില സൂചനകൾ അത്തരത്തിൽ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം നൽകിയ ഒരു കണക്ക് നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ ബാർജ് കൊണ്ടുവരാനുള്ള തടസ്സങ്ങളൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. അത് 2 ബ്രിഡ്ജുകളുണ്ട്. ആ ബ്രിഡ്ജുകൾ കടന്ന് അതുവഴി വലിയ എക്യുപ്മെന്റ് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഇന്ന് ഉച്ചവരെ ഈശ്വറിനെ ആ ഒരു നദിയിൽ ഇറക്കുകയും അവിടെ 2 തവണ ഡൈവ് ചെയ്യിപ്പിക്കുകയും ചെയ്തത് പോലും കൃത്യമായി പറഞ്ഞാൽ ദൃശ്യങ്ങൾ പകർത്താൻ ഉള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം പതിവില്ലാതെ ഇന്ന് രാവിലെ 9 മണിക്ക് മാധ്യമങ്ങൾക്ക് ആ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂറോളം സമയം അവിടെ നമ്മളെ അനുവദിക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ കൃത്യമായി പകർത്തപ്പെടുന്നു. അത് നമ്മൾ ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്ത് സതീഷ് തേലി അടക്കമുള്ള നമ്മുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു. അവർ അവിടെ നിന്നും ആ സമയത്തെടുത്ത തീരുമാനം എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാനത്തിന്റെ ആവശ്യം ഇതാണ്, അത് ഉന്നയിച്ചിട്ടുണ്ട്, ആ നിലയ്ക്ക് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. തൊട്ട് പിന്നാലെ തന്നെ സംസാരിക്കുന്നത് സതീഷ് കൃഷ്ണ സേലിയാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ചില പരിമിതികളുണ്ട്, എന്നാൽ പോലും ദൗത്യം തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഞാനാണ് ചോദിച്ചത് മിഷൻ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചത് ഞാനാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം മുഖം കൊണ്ട് എൻ്റെ അടുത്തേക്ക് നോക്കിയതിന് ശേഷം അയ്യാ എന്നുള്ള മറുപടി മാത്രം പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ഏതാണ്ട്